ഹായ് എവ്രിവൺ, ദിസ് ഇസ് അനന്തു ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ ഗിറ്റാർ ജേണിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതൊരു എൻറ്റയർലി നോർമൽ ഗിറ്റാർ ജേണി അല്ല, സ്വല്പം വിയേർഡാണ്. 19-20 വയസ്സുള്ള സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്തൊന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഗിറ്റാർ പഠിക്കാൻ പോയാലോ. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പോയി നോക്കിക്കളയാം. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്, പക്ഷേ എന്നാലും അവൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയ സമയത്ത് സ്വന്തമായിട്ട് ഗിറ്റാറൊന്നുമില്ല, ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഗിറ്റാർ തന്നെയാണ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. ആ പോയ 2-3 ആഴ്ച ആകപ്പാടെ ഞങ്ങളെ പഠിപ്പിച്ചത് ഫിംഗർ എക്സസൈസസ് ആയിരുന്നു. അതായത് ഫിംഗേഴ്സ് വാമപ്പ് ചെയ്യാനും ഫ്രെഡ് ബോർഡിൽ ഫിംഗേഴ്സ് പ്ലേസ് ചെയ്യാനും പഠിപ്പിക്കുന്ന ഒരു ചെറിയ എക്സസൈസ് പോലെ. അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി നമുക്ക്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് കൈയൊക്കെ കഴിച്ചിട്ട് ഈ വിരലിൻ്റെ അറ്റമൊക്കെ നീറുന്ന പോലെ ആവും. അപ്പം അതുമാത്രമല്ല, ഒരു ട്യൂണൊന്നും ഇല്ലല്ലോ, ചുമ്മാ നമ്മൾ ഈ ഫ്രെഡ് ബോർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നല്ലാണ്ട് ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ട്യൂണോ വായിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ പഠിപ്പിച്ചത് ഇതെനിക്ക് നേരെ വായിക്കാൻ അറിയില്ല, അതുകൊണ്ടായിരിക്കാം എനിക്ക് ഫ്രെഡ് ബോർഡിൽ സ്പീഡ് ഇല്ലാത്തത്. കാര്യം എനിക്ക് ചില നോട്ട്സ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചില സാധനങ്ങൾ വായിക്കുമ്പോഴും വിരലുകൾ ഒരിടത്തും എത്താത്തത് ഇത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങളെ അന്ന് ആദ്യത്തെ ഒരു 3 ആഴ്ച പഠിപ്പിച്ചത്. ഇതെനിക്ക് മര്യാദയ്ക്ക് വായിക്കാൻ അറിയില്ല, പക്ഷേ എനിക്ക് അറിയാമെന്നുള്ളൂ, ഞാൻ വായിച്ച് കാണിച്ചു തരാം. ഇതിനേക്കാൾ ദുരന്തമായിരുന്നു ഞാൻ പണ്ട്. അപ്പം ഇത് പക്ഷേ ആ സാറ് വായിക്കുന്ന സമയത്ത് ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ എന്താ പറയുക ഒഴുകി വരുന്ന പോലെ വായിച്ചിട്ടൊക്കെയായിരുന്നു. അപ്പം ആ ഒരു ലെവലിലോട്ട് പ്രാക്ടീസ് ചെയ്ത് എത്തണമെന്നൊക്കെ സാറ് പറയുമായിരുന്നു ആ സമയത്ത്, പക്ഷേ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ കാരണം, അതായത് ഇതിങ്ങനെ വായിച്ച് ബോറടിച്ച് മരിച്ച് ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത്, എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു ട്യൂൺ പഠിച്ചാലോ വായിക്കാനായിട്ട്, അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ എന്ന്. അങ്ങനെ ഇരുന്ന് പഠിച്ച ഒരു ട്യൂണാണിത്. ആദ്യമായിട്ട് ഞാൻ ഗിറ്റാറിൽ വായിക്കാൻ പഠിക്കുന്ന ട്യൂൺ ഇതാണ്. ഇതിൻ്റെ ഒറിജിനൽ സ്കെയിലൊന്നും അല്ല ഇത് വായിക്കുന്നത്. എനിക്കൊന്ന് ഇറ്റ്സ് എൻ ഈസി വേ ഓഫ് പ്ലേയിങ് ദിസ് സോങ്. അതിങ്ങനെയാണ്. ഇത് അപ്പോൾ ഇത് മറ്റേ തുജെ ദേക്കാത്തോ ജാനാസനം എന്ന് പറഞ്ഞിട്ട് DDLJയുടെ പാട്ടാണ്. ഇതായിരുന്നു. അതായത് ആരെങ്കിലും എന്നോട് എടാ നീ ഗിറ്റാർ പഠിക്കാൻ പോയിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വായിക്കുന്ന പാട്ട് ഇതായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർ ഇതൊക്കെ കണ്ട് അങ്ങ് ഇമ്പ്രസ്ഡ് ആവും. പക്ഷേ നമുക്കറിയാമല്ലോ ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നമ്പറാണ്. അപ്പോൾ ഇത് വായിച്ച് കുറേ നാൾ അങ്ങനെ പോയി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അതും ബോറായി. കാര്യം ആ ഒരൊറ്റ പാട്ടിൽ വായിക്കാൻ അറിയാവും. അത് തന്നെ വീണ്ടും വായിച്ചിട്ട് വേറൊന്നും വായിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഫ്രസ്ട്രേഷനായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് വേറൊരു പാട്ടിൻ്റെ ഇൻട്രോ പഠിക്കുന്നത്. അത് സുൻ രഹാ ഹൈ നാത്തു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിൻ്റെ ഇൻട്രോ. അതിങ്ങനെ ഇത് പിന്നെ കുറേ നാൾ ഇതിൻ്റെ പിറകെയായി. അതായത് ഇതിന് ശേഷമുള്ള വായിക്കാനൊന്നും അറിയില്ല. ഇതിൻ്റെ ആ ഒരു ഇൻട്രോ പോർഷൻ മാത്രം ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അത് മാത്രം പഠിച്ചു വെച്ച് കുറച്ച് നാൾ അങ്ങനെ അത് വായിച്ചു നടന്നു. അതിനുശേഷമാണ് നെഞ്ചുക്കുൾ പെയ്തിടും എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ഡിസ്കവർ ചെയ്യുന്നത്. ഗിറ്റാർ പഠിക്കാൻ പോയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലുള്ള 99% ആൾക്കാരുടെയും മോട്ടിവേഷൻ ഈ ഒരു പാട്ടാണ്. അതിൻ്റെ ആ തുടക്കത്തിൻ്റെ ഒരു റിഫ് ഭയങ്കരമായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിനകത്ത് നിന്നാണ് കോഡ്സ് പയ്യെ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിങ്ങനെ വായിച്ച് നടക്കുമായിരുന്നു. ഇതിങ്ങനെ കുറേ നാൾ വായിച്ചുകൊണ്ട് നടന്ന്, അതായത് ആരെങ്കിലും ഗിറ്റാറിൽ എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞാൽ ഇതങ്ങ് എടുത്തിടും. ഇതിൻ്റെ ആ ഫസ്റ്റ് ആ കോഡ്സിൻ്റെ ആ ഒരു റിഫ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഈ പാട്ടാണ്. അപ്പം അതുമല്ല, ആ പാട്ട് സമയത്ത് എല്ലാവർക്കും ഭ്രാന്തായിരുന്നുകൊണ്ട് ഇറ്റ് വാസ് റിയലി ഈസി ടു ഇംപ്രസ് സമ്മൺ വിത്ത് ദിസ്. അവിടെ നിന്നാണ് ഞാൻ ബേസിക്കും ഓപ്പൺ ആയിട്ടുള്ള കോഡ്സും പഠിക്കുന്നത്. ഇങ്ങനത്തെ കോഡ്സ് ഇത്. പിന്നെ ഇത് വെച്ച് ഈ ഓപ്പൺ കോഡ്സ് വെച്ച് മാത്രം വായിക്കാൻ പറ്റുന്ന ചില പാട്ടുകൾ ചുമ്മാ ഞാൻ ഗൂഗിളിൽ തപ്പിയിട്ട് അതിൻ്റെ കൂടെ ആ പാട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇത് വായിക്കാൻ നോക്കും. പക്ഷേ ചിലതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോംപ്ലിക്കേറ്റഡ് കോഴ്സ് അതിനിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ വായിക്കാൻ അറിയില്ല, സ്റ്റക്കാവും. അത് പഠിക്കാൻ പോയിട്ട് അത് പഠിക്കാൻ പറ്റാത്ത ഫ്രസ്ട്രേഷനിൽ കളഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് കോഡ്സിൻ്റെ ഇടയിൽ ചെന്ന് പെടുന്നത്. അതാണ്
ബാർ കോഡ്സ്. അത് ആദ്യം പഠിക്കാനായിട്ട് ഞാൻ തലകുത്തനെ നിന്നിട്ട് എനിക്ക് പറ്റിയില്ല. കാര്യം നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ഒരു ഫ്രെഡ് ബോർഡിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ ബാർ ചെയ്യണം. അത് ആദ്യം ആ മൊത്തം സ്ട്രിങ്സും ബാർ ചെയ്യാനുള്ള സ്ട്രെങ്ത് എനിക്ക് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുത്തു. ഇവിടെയൊക്കെ തഴമ്പായി, അവിടെ തൊലിയൊക്കെ പോയി നീറാൻ തുടങ്ങി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ വരാൻ തുടങ്ങി. ഇത് പഠിച്ചതിന് ശേഷമാണ് കുറേ കൂടുതൽ പാട്ടുകളിലോട്ടൊക്കെ ആക്സസിബിലിറ്റി കിട്ടിയത് എനിക്ക്. ഈ ബാർ കോഡ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഫ്ലമെങ്കോ എന്ന് പറഞ്ഞിട്ടൊരു ഗിറ്റാർ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച് പഠിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പാനിഷ് ട്യൂൺസ് ഗിറ്റാർ വെച്ച് പ്ലേ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. അപ്പോൾ അതിനകത്ത് ഇത് എൻ്റെ ആഴ്സണലിൽ കുറേ നാൾ ഇതാണ് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനുള്ള നമ്പർ. കാര്യം വായിക്കാൻ വളരെ എളുപ്പമാണ്. ബാർ കോഡ്സ് ആണ്, സെയിം ഷേപ്സ് ആണ്, ഫ്രെഡ് ബോർഡിൽ അങ്ങോട്ട് സ്ലൈഡ് ചെയ്താൽ മതി. അപ്പോൾ അത് ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു ചെറിയ ഒരു സ്പാനിഷ് ഫ്ലേവറൊക്കെ കൊടുത്ത് ആൾക്കാരെ പിടിച്ചു നിർത്തുമായിരുന്നു. പക്ഷേ ഈ ഫ്ലമെങ്കോ സ്റ്റൈലിനെ കുറിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ആ സമയത്ത് ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അമീൻ തൂഫാനി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു ടെഡ് ടോക്കിൽ വന്നിരുന്ന ഗിറ്റാർ വായിക്കുന്ന ഒരു വീഡിയോ. അതിൽ പുള്ളിക്കാരൻ ഒരു വെറൈറ്റി സ്റ്റൈൽ ഓഫ് ഗിറ്റാർ പ്ലേയിങ് ആണ് കാഴ്ചവെച്ചത്. കാര്യം അതിനകത്ത് പുള്ളി ഇതാണ് യൂഷ്വലി നമ്മൾ ഗിറ്റാർ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിക്ക്. അതിന് പകരം പുള്ളി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ വിരലുകൾ വെച്ച് പുള്ളി സ്ട്രം ചെയ്തു. അതിൻ്റെ കൂടെ കോഡ്സ് മാറ്റിക്കൊണ്ടേയിരുന്നു. അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലമെങ്കോ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ റിയൽ ടൈമിൽ പുള്ളി അത് വായിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ വരും. ബിക്കോസ് ഭയങ്കര സ്പീഡിലാണ് പുള്ളി അത് ചെയ്യുന്നത്. അപ്പം ഞാനിത് അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും ഏതോ ഒരു പുള്ളിക്കാരൻ ഇതിനിടയ്ക്ക് ഈ വീഡിയോ ഡീകോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ആദ്യം പഠിച്ചു. എൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഗിറ്റാർ ഫ്രെറ്റ് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പയ്യെ ചെയ്തിട്ട് പിന്നെ സ്പീഡിൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഒരുപാട് നാളായി ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് അത്ര സ്പീഡിൽ അത് ചെയ്യാൻ, അതുപോലെ ഇടയ്ക്ക് വിട്ടുപോവുകയും ചെയ്യും. ഇതിനടുത്ത് പയ്യെ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാനും അറിയില്ല. സംതിങ് ലൈക്ക് ദിസ്. പക്ഷേ പുള്ളി കുറേ കൂടെ പ്രിസിഷനോടെയും കുറേ കൂടെ എക്സാക്റ്റുമായിട്ടാണ് വായിച്ചത്. അപ്പം ഇത് കുറേ നാൾ പഠിക്കാനായിട്ട് ശ്രമിച്ച് ഇതിൻ്റെ നഖത്തിൻ്റെ ഈ അറ്റത്തിലെ കുറേ നഖമൊക്കെ തേഞ്ഞു പോയി. പക്ഷേ എന്നാലും ആ ഒരു എന്താ പറയുക, ഇപ്പോഴും ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ആ പാറ്റേൺ ഞാൻ മനസ്സിൽ ആലോചിച്ച് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ടത് വരും. സ്പീഡില്ലെങ്കിലും ഇടയ്ക്ക് തെറ്റിക്കുമെങ്കിലും എനിക്ക് ആ പാറ്റേൺ എൻ്റെ കൈ ലൈക്ക് നമ്മൾ മസിൽ മെമ്മറി എന്നൊക്കെ പറയില്ല, അതുപോലെ കൈ അതിൻ്റെ കൂടെ അങ്ങ് പോകും. അങ്ങനെ അത് ഞാൻ കുറച്ച് നാൾ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ ടോപ്പ് ഐറ്റമായിട്ട് വെച്ചേക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ കുറച്ച് പാട്ട് കവേഴ്സൊക്കെ ചെയ്യുമായിരുന്നു. അത് ഞാൻ വീഡിയോ ലിങ്ക് ഇടാം, അല്ലെങ്കിൽ ഞാൻ ചെറിയ സ്നിപ്പറ്റ്സ് ഞാൻ പോസ്റ്റ് ചെയ്യാം ഇതിൻ്റെ കൂടെ വീഡിയോയുടെ സൈഡിൽ. അങ്ങനെ ചെയ്ത് വന്ന സമയത്താണ് ഞാൻ ഗിറ്റാർ വായിക്കുന്നതിൻ്റെ കൂടെ അവൾ പാട്ട് പാടുന്നത് കേട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്നാൽ പിന്നെ എനിക്കൊന്ന് ട്രൈ ചെയ്തൂടെ ഇതിൻ്റെ കൂടെ പാട്ട് പാടാമെന്ന്. പക്ഷേ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗിറ്റാർ വായിച്ച് പാട്ട് പാടുന്നത് ഒരു മെനക്കെട്ട പരിപാടിയാണ്. കാര്യം നമുക്ക് ഗിറ്റാറിൻ്റെ ഋതം കീപ്പ് ചെയ്യണം, പാട്ടിൻ്റെ ഋതവും കീപ്പ് ചെയ്യണം, രണ്ട് വഴിക്ക് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പയ്യെ തുടങ്ങാം. അതായത് ഏതെങ്കിലും ഒരു കോഡ് വായിച്ചിട്ട് അതുമായിട്ട് പിച്ച് മാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് ട്രൈ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ചെറിയ രീതിയിൽ പിച്ച് മാച്ച് ചെയ്യാനായിട്ടുള്ള കഴിവ് കിട്ടുന്നത്. അപ്പം എനിക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതിൻ്റെ കൂടെ പാടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ കൂടെയാണോ പാടുന്നത് അല്ലെങ്കിൽ ആ പിച്ചിലല്ലാതെ ഞാൻ തെറ്റിച്ചാണോ പാടുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ടായി എന്നുള്ളതാണ്. ബൈ ദ വേ, അന്ന് ഞാൻ ഗിറ്റാർ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ ഏറ്റവും ആദ്യം വായിച്ച് കേൾപ്പിച്ച ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത്. അതിനുശേഷം ക്ലാസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാൻ കാണിച്ചു തന്നത് അല്ലെങ്കിൽ പറഞ്ഞതുമായിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ടും അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒരു വിയേർഡ് ജേണിയാണ്. അതായത് ഒരു പെർഫെക്റ്റ് പാത്തിലൊന്നും അല്ല ഞാനത് പഠിച്ചെടുത്തതും ഓരോ കാര്യങ്ങൾ ചെയ്തതും ഒക്കെ. എല്ലാം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ പുറകെ പോകുമ്പോൾ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കും, പിന്നെ അതിൻ്റെ പുറകെ പോകും, അങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചത്.
അപ്പം ഇപ്പം ഞാൻ പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുക കോഡ്സ് വായിച്ച് പാട്ട് പാടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാര്യം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇവിടെ മ്യൂസിക്കൽ തിയേറ്റർ ചെയ്യുന്നതുകൊണ്ടും പാട്ട് പാടുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും അത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഞാനിപ്പം ഇതിൻ്റെ കൂടെ പ്ലേ ചെയ്ത് ഞാൻ പാടി കേൾപ്പിക്കാം. അപ്പോൾ ഒരു രീതിയിലും പെർഫെക്റ്റ് ഒന്നുമല്ല. കാര്യം ഇതിൽ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ നല്ല രീതിയിൽ പാടാനൊന്നും പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവിടെയാണ് ഞാൻ എത്തി നിൽക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്, അത്രേ ഉള്ളൂ. ഇത് മോശമായി കഴിഞ്ഞാൽ എന്നെ കൊല്ലരുത്, ഓക്കെ? தலைமுறை தாண்டி நிற்கும் தந்தை மகன் கூட்டணியில் வெற்றி கதைகள் 100 நித்தம் கேட்கின்றேன். சிங்கம் பெற்ற பிள்ளை என்று ஊரே சொல்லும் ஓசையோடு ஒய்யாரமாக ஓய்வெடுக்கின்றேன். அன்பை மற்றும் அள்ளி வீசும் வீடு அமைவது அழகு, அதிசயம் அற்புதம் அதுவே. ഇതിൻ്റെ കൂടെ സ്ട്രമ്മിങ് പാറ്റേണും കൂടെ ചേർത്ത് വായിക്കണമെന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ ആദ്യം ആ പാട്ട് മര്യാദയ്ക്ക് പാടി പഠിക്കണം, അത് വേറെ കാര്യം. പക്ഷേ എന്താ പറയുക, ഇറ്റ്സ് എ സ്റ്റാർട്ട്. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ പാടാനായിട്ടുള്ള ശ്രമത്തിൽ ഞാൻ ഈ ഗിറ്റാറും കൂടെ എടുത്ത് വെച്ച് ഇങ്ങനെ കൂടെ ചെയ്യും, ബിക്കോസ് ആ ഒരു ഇത് മാച്ച് ചെയ്യാനായിട്ട്. ഇത് പിന്നെ ഇത് ഞാൻ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് ആ എക്സാക്ട് പിച്ചിലല്ല. എനിക്കൊന്ന് 2 3 കീ താഴെയാണ് ഞാൻ പാടുന്നത്, ബിക്കോസ് അത്രയും ഹൈ എനിക്ക്. അത് ഒന്നാമത്തെ കാര്യം, ആ പാട്ടിൻ്റെ പിച്ച് മറ്റേ മലയുടെ വണ്ടിയിലാണ് ഇരിക്കുന്നത്, അങ്ങോട്ടൊന്നും എത്താനായിട്ട് ആയിട്ടില്ല ഞാൻ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2 3 കീ താഴെയാണ് ഞാൻ പാടുന്നത്. എന്നാലും ഒരു ദിവസം നമ്മളവിടെ എത്തും എന്നുള്ള വിശ്വാസത്തിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് അറിയാത്തതായിട്ടുണ്ട്, ഇനിയും പഠിക്കാനായിട്ടുണ്ട്. അപ്പം അതായത് പവർ കോഡ്സിനെ കുറിച്ച് എനിക്കറിയില്ല, ഇപ്പം ആഡഡ് കോഡ്സിനെ കുറിച്ചും സസ് കോഡ്സിനെ കുറിച്ചും ഡിമിനിഷ്ഡ് കോഡ്സിനെ കുറിച്ചും ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാത്തതായിട്ടുണ്ട് ഗിറ്റാറിനകത്ത്. പക്ഷേ എന്നാലും ലുക്കിംഗ് ബാക്ക് ഐ എം പ്രൗഡ് ഓഫ് മൈ ജേർണി. ബിക്കോസ് ആ ക്ലാസ് 3 ആഴ്ച ക്ലാസ്സിന് പോയതിന് ശേഷം, ആ ക്ലാസ് വിട്ടതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചത്, ഇൻക്ലൂഡിങ് ഫ്രെഡ് ബോർഡിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പോൾ പക്ഷേ തുടക്കത്തിൽ നിന്ന് ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻസ് നമുക്ക് ഉണ്ടാവില്ല. പണ്ട് എങ്ങനെയും പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു ഡിറ്റർമിനേഷനിൽ അങ്ങ് പഠിച്ചു പോകും. ഇപ്പോൾ പക്ഷേ അതിനുള്ള പേഷ്യൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഈ പറഞ്ഞ പോലെ ഒരു വിയേർഡ് ജേണിയാണ്, പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, കുറേ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റി. ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് അടുത്ത ആഴ്ച ഞാൻ ഒരു ഫിലിം സെറ്റിൽ 3 ദിവസം വർക്ക് ചെയ്യാൻ പോവാണ്. അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോ പറയാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട, അത് മിസ്സാക്കണ്ട. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.